പ്രമുഖ വ്യവസായി കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെയർ ബാലൻ അദ്ദേഹത്തോടൊപ്പമുള്ള യാത്ര തുടരുകയാണ്. അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉള്ളത് എറണാകുളം പാലാരിവട്ടത്തെ കെയർ ബാഗ്സ്, ഒപ്പം തന്നെ ഇക്കൽ റെസ്റ്റോറൻറ്റ്, പാലാരിവട്ടത്തുള്ള ആ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ വിശേഷങ്ങളെല്ലാം, കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇന്ന് അതേ രീതിയിൽ ഒരു പുതിയ സംവിധാനം ഒരുങ്ങുകയാണ്. എറണാകുളത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം ബാലേട്ടൻ ചേരുന്നുണ്ട്. ബാലേട്ടൻ, നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കൊച്ചിയിൽ. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമാണ് ഇതൊക്കെ. കെയർ ബാഗ്സിൻ്റെ അണ്ടറിൽ പുതിയൊരു സംരംഭം വരികയാണ്. എന്താണ് ഈ ബേക്കറി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വ്യവസായം എന്ന് പറഞ്ഞാൽ? ഒരു 10-20 വർഷം മുന്നേ, 25 വർഷം മുന്നേ ഇവിടെ വരുമ്പോൾ എവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും ഇങ്ങോട്ട് ചോദിക്കും സ്ഥലം വേണ്ടത്. ഇന്നിപ്പോൾ ഇത് ലുലുവിൻ്റെ റോഡ് അല്ലെങ്കിൽ ഹൈവേ, തിരുവനന്തപുരം പോകുന്ന മെയിൻ ഹൈവേ ആലപ്പി റോഡാണ്. ഇവിടെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞ പ്രദേശം ഞങ്ങൾ 20 വർഷം മുന്നേ എടുത്തിട്ട് സ്ഥലമാണ്. ഇപ്പോൾ ഈ സ്റ്റീൽ ടച്ച് ഉണ്ടാക്കി തന്നെ ഒരു 10 വർഷമായി. അപ്പോൾ ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ തുടങ്ങാനുള്ളൊരു, അന്ന് അത്രയും ഒരു ഭക്ഷണ രീതിയിൽ ഇത്ര മാത്രം അങ്ങനത്തെ പ്രതീക്ഷയില്ല. പക്ഷേ കാലഘട്ടം മാറി. ഇപ്പോൾ കോവിഡ് ശേഷം ഉണ്ടായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സ്ഥലത്ത് തന്നെ നല്ലൊരു ബിസിനസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത് ബിസിനസ് ചെയ്താൽ കിട്ടുന്ന ലാഭമെല്ലാം എനിക്ക് വാടക കൊടുത്താൽ കിട്ടും. എങ്കിലും ആ ബിസിനസ് വേണം എന്ന് പറയുന്നത് കേരളത്തിലെ ബേക്കറി വ്യവസായത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-40 വർഷങ്ങൾ മുന്നേ വളരെ ഒരു ആരും അക്കാലത്ത് മലബാറിൽ നിന്ന് തുടങ്ങുന്ന, തലശ്ശേരി തുടങ്ങുന്ന ഈ പ്രസ്ഥാനം അന്നത്തെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമായി മാറിയതാണ്. അന്ന് ഇങ്ങനത്തെ ടെക്നോളജി ഞങ്ങളില്ല. വിറകടുപ്പിൽ കത്തിക്കുന്ന ബേക്കറി, ഒരു അടുപ്പ്, അപ്പക്കൂട്, അവിടെ തുടങ്ങിയത് വളരെയധികം മാറ്റങ്ങൾ വന്നു. അപ്പോൾ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിതിനെ പറ്റി 54 വർഷങ്ങളായി തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇവിടെ ഇതിനെ ചെയ്യാം. അതിന് മക്കൾ പഠിച്ചതിന് ശേഷം ഈ മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലയിടത്തും ഞങ്ങളത് പഴയ ഷോപ്പ് ഒന്ന് വർക്ക് ചെയ്തു. ഇവിടെ ചെയ്യാൻ വേണ്ടി അതുപോലെ 10-50 വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ആ സൗകര്യത്തിൽ മറ്റുള്ള ഭക്ഷണം കഴിക്കാനും ഇപ്പോൾ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറവായി. ഒരു ഫാമിലി തന്നെ ഒരു ഗെറ്റ് വെക്കുകയാണെങ്കിൽ വീടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ സ്ഥലത്താകുമ്പോൾ അവർക്ക് സൗകര്യം, നമുക്കൊരു ബിസിനസ്. എറണാകുളത്തിന് ഹൃദയഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കോയമ്പത്തൂരൊക്കെ മാറി ഇങ്ങോട്ട്, അല്ല അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി എറണാകുളത്തേക്ക് വരുമ്പോൾ ഈ ഒരു എറണാകുളത്തിൻ്റെ ആ ഒരു ബിസിനസ് സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് സ്ഥലമൊക്കെ എടുക്കുന്നത്. എങ്ങനെയാണ് അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് സ്ഥലം നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. അവർ ഇവിടുന്ന് വരുന്ന എൻ്റെ വലിയ ഇവിടെ ആർക്കിടെക്റ്റായാലും ഇവിടുത്തെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ കോട്ടയ്ക്കിൽ വന്നപ്പോൾ എൻ്റെ ഷോപ്പിൽ കോട്ടയ്ക്കിൽ പപ്സ് കഴിക്കാനും ചായ കഴിക്കാനും ഇവിടെ വന്നു. ആ അവസരത്തിൽ അവർ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഷോപ്പ് എറണാകുളത്ത് വന്നാൽ നന്നായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ട് അന്നും ഇന്നും എവിടെ നല്ല സ്ഥലം കണ്ടാലും വേണ്ടെങ്കിലും അത് എടുക്കാൻ തോന്നും. കാരണം ആ ബിസിനസ് ലാഭം മാത്രമല്ല എൻ്റെ മനസ്സിലായി. ആ പ്രദേശത്ത് മറ്റ് ബേക്കറിക്കാർ നന്നാവും. അത് ഞാൻ കണ്ടത് അങ്ങനെ. എന്നും പണ്ട് ബേക്കറിക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷം മുന്നേയൊക്കെ അവൻ്റെ ഒരു ബേക്കറിയിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാവും, ചെരുപ്പും വെക്കും, പൗഡറും വെക്കും. അങ്ങനെ ഒരു സാലഡായിരുന്നു. അത് മാറ്റി വന്നത് ഞാൻ 10-30-40 വർഷം തന്നെ ജർമ്മനിലും ഇറ്റലിയിലും എനിക്ക് തമിഴ്നാട്ടിലെ ബേക്കറി അസോസിയേഷൻ ഗ്രൂപ്പിൽ അവിടെയൊക്കെ പോകാനും അവിടുത്തെ എന്താണ് ഈ വ്യവസായത്തെ പറ്റി മനസ്സിലാക്കാനും, അങ്ങനെയാണ് രാജ്യം നന്നായത്. നമ്മുടെ നാട് ഇപ്പോൾ മലപ്പുറം ജില്ലയൊക്കെ നന്നായിട്ട് എന്താ പുതിയ ആളും ഇന്ത്യയുടെ പുറത്ത് പോയി ദുബായ് അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലത്തുകളും പോയി വന്നപ്പോൾ നമ്മളൊക്കെ മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മാറി കഴിഞ്ഞു. കണ്ണായ സ്ഥലം, കോടികൾ വിലമതിക്കുന്ന വാടക ലഭിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ എങ്കിലും അപ്പോഴും ബാലേട്ടൻ നല്ല ഭക്ഷണം കൊടുക്കുവാനുള്ള ഇക്കൽ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സംവിധാനത്തിലേക്ക് വീണ്ടും മനസ്സ് പോവുകയാണ്. വലിയ കമ്പനികൾ ഏറ്റെടുക്കാൻ ഈ സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ എങ്കിലും ഇക്കൽ പോലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോഴും ശ്രദ്ധ. അല്ല, അത് ഒരു ഒറ്റ കാരണത്തിൽ നമ്മളിതിൽ നിന്ന് വളർന്നതാണ്. ഈ ഭക്ഷണം കൊടുത്ത് വളർന്നു. ഭക്ഷണം എന്നുള്ളത് ഒരു വലിയ പുണ്യമായ ഭക്ഷണം ഇല്ലെങ്കിൽ മനുഷ്യൻ ഇല്ല. ലോകവസരങ്ങളും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ എത്ര വലിയ കമ്പനി ചെയ്താലും എന്ത് ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പിന്നെ സ്വർണ്ണക്കടകൾ, ഇലക്ട്രോണിക് ഷോപ്പൊക്കെ ചെയ്യാൻ കഴിയും. എല്ലാം പഠിച്ച മക്കളുണ്ട്. പക്ഷേ അവർക്ക് അതിലപ്പുറം ഞാൻ ഇതിലേക്ക് തന്നെ ഇടാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ 2-3 നമ്മൾ കണ്ട 2-3 കട വെക്കുക. പറവൂരായാലും അവിടെ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ, ഈ കടയെ കുറച്ച് മെട്രോ ഒന്ന് പൂട്ടിയപ്പോൾ അവർക്കുണ്ടായ മാനസിക വിഷമം. വേറെ ഒരു കാര്യം പറയില്ല. ഒരു സ്വർണ്ണക്കട പൂട്ടിയാൽ പറയില്ല, തുണിഷാപ്പ് പൂട്ടിയാൽ പറയില്ല. ഭക്ഷണത്തിന് മാത്രമേ മനുഷ്യൻ പറയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലേ, അതിൻ്റെ ഒരു മാർക്കറ്റുണ്ട്. കാരണം ഒരു മനുഷ്യനുള്ള എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും സൗകര്യത്തിൽ എന്ത് ബിസിനസ് കൊടുത്താലും എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാര്യതലം കൊണ്ട് കൊടുത്താൽ എനിക്ക് വളരെ ഇത് എത്രയോ ഇനി ആളെ വെച്ച് ബുദ്ധിമുട്ടി വലിയ കമ്പനികളൊക്കെ ബന്ധപ്പെട്ടി എത്രയോ കമ്പനി വന്നിട്ടുണ്ട്. കോഴിക്കോട് മറ്റു സ്ഥലം കിടക്കുന്നുണ്ട്. അന്ന് അക്കാലത്ത് വാങ്ങിച്ചതാണ്. ഇന്നൊന്നും ഒരു സെൻറ്റ് വാങ്ങിക്കാൻ കഴിയില്ല. ഇന്നൊന്നും ഇവിടെ മാർക്കറ്റും ഇന്നത്തെ ഇനി ബിസിനസ് ആർക്കും തന്നെ കാലഘട്ടം മാറി.
എത്ര ഏരിയ ഉണ്ട്? ഇത് സുമാർ 60 സെൻറ്റിൻ്റെ അടുത്തുണ്ടാവും. 60 ബാക്കിലൊരു 5 സെൻറ്റ് 70 സെൻറ്റ് മേലുണ്ടാവും. ഏത് സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു പൂർത്തീകരണം? ഏത് സമയത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നത്? അടുത്തൊരു 3-4 മാസം കൊണ്ട് ഫിനിഷാവും. ചെറിയ ഫംഗ്ഷൻ നടത്താൻ പറ്റും. മേലൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. കൺവെൻഷൻ സെൻറ്റർ പോലെ? അല്ല, അങ്ങനത്തെ തന്നെ ഒരു വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യം കിട്ടും. പാർക്കിംഗ് ഏരിയ തന്നെയാണ് വലിയ പാർക്കിംഗ് ഏരിയ. പിന്നെ സർവീസ് റോഡുണ്ട്. 7 മണി കഴിഞ്ഞാൽ തിരക്ക് കുറയും ഇവിടെ. പിന്നെ നല്ല നല്ല പുതിയ മാൾ, ഓഫീസ് ബിൽഡിങ്, ഡിപ്പെൻഡൻ്റ് മാളുണ്ട്. അങ്ങനെ എല്ലാം സൗകര്യം. നേരെ ഓപ്പോസിറ്റ് വൃന്ദാവനം. അവിടെ ഇരിക്കാൻ നിൽക്കാൻ സ്ഥലമില്ല. നല്ല ഫുഡ് കൊടുത്താൽ ബിസിനസ്സാണ് കാണിക്കുന്ന മാതൃകയാണ് അതൊക്കെ. അവരതിൽ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന അവരിവിടെ ആവശ്യപ്പെട്ടിരുന്നു. അവനത് ഞാൻ 20 വർഷം മുമ്പൊക്കെ സ്ഥലം എടുക്കുമ്പോൾ ബാലേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു വളർച്ച, ഈ ഒരു പ്രദേശമൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റം? ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോൾ എനിക്ക് ഇതിന് പാലക്കാടിൻ്റെ നമ്മളെ തമിഴ്നാട് കിടക്കുന്ന ബോർഡർ വാളയാർ, അവിടേക്ക് ഇതുപോലത്തെ സ്ഥലം കിട്ടുമ്പോൾ അന്നൊന്നും ഇങ്ങനെ മാറ്റം ഉണ്ടാവുമെന്ന് ജനങ്ങൾ, ലോകത്തിലെ മനുഷ്യൻ മാറിയത് കോവിഡിൻ്റെ ശേഷമാണ്. കോവിഡിന് ശേഷം എന്തോ ഒരു പുതിയ ഉണർത്തിൽ മനുഷ്യർക്ക് മാറി. കാരണം മരണം മുന്നിക്കാണ്. എനിക്ക് വേണ്ടപ്പെട്ട വളരെ സുഹൃത്തുക്കൾ വളരെ ഒരിക്കലും മരിക്കില്ല, അങ്ങനത്തെ ആഗ്രഹിക്കാത്ത മരിക്കാൻ അത്രയും നല്ല ആരോഗ്യവന്മാർ ആണ് പെട്ടെന്ന് കൊണ്ടുപോകണത്. പിന്നെ സമ്പത്ത് അതും തീർന്നു പറയാൻ ആൾക്കാരല്ലേ. എല്ലാം കൊണ്ടും മനുഷ്യൻ ഒരു മാറ്റം കോവിഡിന് ശേഷം ഉണ്ടായി. അപ്പോൾ ആ മാറ്റം ഇവിടെ പെട്ടെന്ന് വളർന്ന് ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയൊക്കെ വില എടുത്ത് ചിന്തിക്കാൻ പറ്റാത്ത പോയിന്റ് പറയും. അത്രയും ആളുകൾ മറ്റേ വെള്ളപ്പം വരുന്ന് ബാംഗ്ലൂരിൽ ഇത് സ്ഥലം വില കൂടും. അപ്പോൾ നോക്കുമ്പോൾ ജനങ്ങൾ പുതിയ പുതിയ ഫാക്ടറികളും പുതിയ പുതിയ വീടുകളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ സംബന്ധിച്ച് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പുണ്യമായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്ത് കിട്ടുമോ? സാധാരണ ബേക്കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ഥലം കൈ കിട്ടാറില്ല. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും നല്ല ഭക്ഷണം കൊടുക്കുവാൻ ബാലേട്ടന് ഇതുപോലെയുള്ള. അതാണ് സത്യവും. അപ്പോൾ നമ്മൾ നല്ല കഴിച്ച ഭക്ഷണമല്ലേ, അതിൻ്റെ വില നോക്കണം. ഇതേ ഭക്ഷണം നമ്മൾ നല്ല വലിയ ഹോട്ടലിൽ പോയാൽ, ഞാൻ വലിയ കയ്യിൽ വെച്ചിട്ടുണ്ട്, 400 കറിക്ക് 400 ഉറുപ്പിക ഇടും. ഞാൻ ഇതിൻ്റെ അടുത്ത് കുറച്ചാണ് ഞാൻ മുമ്പ് കാണിച്ചു തരാം. ഒരു വർഷം കഴിച്ചാൽ ഉള്ള റേറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഞങ്ങൾ ഇന്നലെ പോയ ഷോപ്പിൻ്റെ കാൽപ്പങ്ങിൻ്റെ അപ്പിയറൻസ് ഉണ്ടാവില്ല, ആംബിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഷീറ്റിട്ട് ചൂടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല, ഒരു ബെഞ്ച്. അവിടെ വാങ്ങുന്ന റേറ്റ് കാണണം. ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ നല്ല ഗോകുലം പാർക്കിലായിരുന്നു. ബാലേട്ടൻ്റെ സുഹൃത്താണ് ഗോകുലം. അപ്പോൾ എങ്ങനെയാണ് ആ ബന്ധങ്ങളൊക്കെ? വളരെ ഞാനൊരു 50 വർഷത്തെ മേലുള്ള ബന്ധമാണ്. അദ്ദേഹം സാധാരണ നിൽക്കുന്ന കാലത്തും ഞാൻ എൻ്റെ കൂടെ വന്ന് കോയമ്പത്തൂർക്ക് വരുന്നത് എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലും എൻ്റെ സ്കൂളിൽ വരുന്ന ഗോപാലട്ടൻ ഇന്നും അതേ ഗോപാലട്ടത്തിൻ്റെ ഞാനും അതേമാതിരി തന്നെ. കോയമ്പത്തൂർ ബൈക്കിലൊക്കെ നിങ്ങൾ എൻ്റെ തിരുവോപസില്ലേ അന്നൊക്കെ 5000 പേര് കുറി പറഞ്ഞാൽ ഗോപാലട്ടൻ ഇന്നല്ല കഥകൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലട്ടൻ അറിയില്ലോ. അപ്പോൾ നമ്മൾ അവർ ചോദിക്കും, കടക്കാർ ചോദിക്കും നമ്മളോട്, നിങ്ങൾ ജാമ്യം നിൽക്കുമെന്ന് ചോദിക്കും. അത് അങ്ങനെയാണല്ലോ വിശ്വാസം. ഇന്നിപ്പോൾ ഗോപാലട്ടനോട് ചോദിക്കും പല സമയത്തും, നീ എന്തിന് ബാങ്കിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം, ഞാൻ തരില്ലെന്ന് ചോദിക്കും. അത് എത്ര വേണം തരാൻ തയ്യാറാണ്. കാരണം നമ്മൾ വാങ്ങലും കൊടുക്കലും കറക്റ്റായി കഴിഞ്ഞാൽ സുഹൃത്ത് ബന്ധം വേറെ ബന്ധങ്ങൾ. അപ്പോൾ എന്തും വളരെ ഒരു മനുഷ്യൻ വളരണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കടം വാങ്ങി തിരിച്ച് കറക്റ്റ് കൊടുത്തു വന്നാൽ അവനെവിടെ എത്താം. അതിന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 2-3 ആളോട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്താൻ കഴിയില്ല. എൻ്റെ 55 വർഷം ഞാൻ സുഹൃത്ത് ബന്ധത്തിൽ കണ്ടത് അങ്ങനെ ചെയ്ത ആൾക്കാർ വളരെ വലിയ പ്രയാസമാണ്. കാണുമ്പോഴൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പിന്നെ എപ്പോഴും സംസാരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ റിസോർട്ടിൽ. അങ്ങനെയുള്ള അതിലും നല്ല അങ്ങനത്തെ പഴയ കാലം ചിന്തിക്കുന്ന മനുഷ്യയാണ്. പഴയ ആളുകളെ മറക്കാതെ പഴയ ആളുകൾ സപ്പോർട്ടും ചെയ്യുന്ന മനുഷ്യൻ. അതിലെ വ്യക്തികൾ വളരാൻ വേണ്ടി എത്രയോ ആളുകൾക്ക്, കാരണം അന്നൊന്നും ഞങ്ങൾക്ക് ആധാരങ്ങളില്ല, ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ ആ സമയത്ത് സഹായിക്കുന്ന വ്യക്തിയാണ്. ചിലർ പറയുമ്പോൾ ബാങ്കിൽ തമ്മിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ലേ, ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. ഗോപാലിനെ സംബന്ധിച്ച് എത്രയോ ആളുകൾക്ക്, എൻ്റെ വേണ്ടപ്പെട്ട പല ആളുകൾക്കും ഞാൻ പോയി ഇൻട്രസ്റ്റിനൊക്കെ പ്രശ്നം വരുമ്പോൾ എന്നെ അറിയുന്ന വന്നാൽ സഹായിച്ചാൽ ഗോപാലട്ടൻ ഒരു പ്രാവശ്യം അത് ഒഴിവാക്കിയില്ല. കോയമ്പത്തൂരിലും ബാലേട്ടൻ സേട്ടൂരിനടുത്ത് കാശ് വാങ്ങുമ്പോൾ കൃത്യമായി കൊടുക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹം വീണ്ടും കാശ് തരാൻ വേണ്ടി തയ്യാറായത്. അതാണ് സത്യം. നമ്മൾ വളരണമെങ്കിൽ ആ സത്യത ഉണ്ടാവണം. വാങ്ങിയ കടൻ കറക്റ്റ് കൊടുത്തോളണം. ബാങ്കായാലും വേണ്ടില്ല, പ്രൈവറ്റായാലും വേണ്ടില്ല. അത് അങ്ങനെയുള്ളവർക്ക് വളരാൻ കഴിയുള്ളൂ. ഞാനൊരു വിശ്വസിച്ച് എനിക്ക് നാളെ ഒരു 50 ലക്ഷം ആവശ്യമുണ്ട്. എൻ്റെ 20-20 ലക്ഷം 30 ലക്ഷം വേണം. അവൻ ചോദിക്കുമ്പോൾ 4 ആൾ ഷേട്ട് 4 ആൾ ചോദിക്കും, ആളെങ്ങനെ ചോദിക്കും. അപ്പോൾ മറ്റവർ പറയും എല്ലാം വേണ്ട കുഴപ്പം. അങ്ങനെ ഗോപാലനല്ല തന്നെ വരവ് ചില നമ്മൾ കറക്റ്റാണെങ്കിൽ മാത്രമേ അതിന് മനുഷ്യൻ വളരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ റേറ്റ് 2-3 റുപ്യ കുറഞ്ഞ കൂട്ടിയുണ്ടാവും. അല്ല, റേറ്റിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇതും കൂടി നന്നായിരിക്കണം. അവിടെയാണ് ആളുകൾ കൊടുക്കലും വാങ്ങലും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്താണ് ചെയ്യുന്നത് അതിൽ കറക്റ്റ് ഉണ്ടാവും. ഞാൻ എൻ്റെ ജോലിക്കാരോട് പറയണ്ടേ, ഈ സ്വന്തമായി നിങ്ങളൊരു ബിസിനസ് വളരണമെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് സത്യം എന്ന് പറയും. നാളെ നിങ്ങൾ സ്വന്തമായി വളരാൻ പറ്റുന്ന ഇതാണ്. നിങ്ങൾ ഒരു ട്രെയിനിൽ ടീച്ചറായി ട്രെയിൻ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആവണമെങ്കിൽ ഇപ്പം നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മൊത്തം നിൽക്കുന്ന ഒരു ജോലിക്ക് ഒരു ദിവസം എടുത്താലും 1 മാസം എടുത്താലും 10 വർഷം എടുത്താലും ചെയ്യുന്ന കരുതിയാൽ നിങ്ങൾക്ക് നാളെ ഭാവി ഉണ്ടാവും.
ഓക്കെ, വൈകാതെ നമുക്ക് ഇവിടെ നിന്നും നല്ല ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കൽ റെസ്റ്റോറൻറ്റ്, ഒപ്പം തന്നെ KR ബേക്സിൻ്റെ വലിയ എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു സംരംഭമായി ഇത് മാറാൻ പോവുകയാണ്. KR ഗ്രൂപ്പ് ചെയർമാൻ KR ബാലൻ്റെ ഭാരതപ്പുഴയോരത്ത്, കുറ്റിപ്പുറം ഭാരതപ്പുഴയോരത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലം, ഇവിടെ വലിയൊരു പ്രൊജക്റ്റുകൾ വരാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ. നമുക്കറിയാം, കുറ്റിപ്പുറം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിലും മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു ഹബ്ബായി മാറിയ ഒരു കേന്ദ്രമാണ്. ഒപ്പം തന്നെ ഇവിടെ നിരവധിയായ സംരംഭങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഒപ്പം തന്നെ ഭാരതപ്പുഴയോട് ചേർന്നുകൊണ്ട് തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റിനും കഴിയുന്ന ഒരു വളരെയധികം സാധ്യതകളുള്ള ഒരു പ്രദേശമായി മാറുകയാണ്. അവിടെയാണ് KR ഗ്രൂപ്പിൻ്റേതായ സംരംഭങ്ങൾ വരാൻ പോകുന്നത്. ഏതായാലും കുറ്റിപ്പുറം ഭാരതപ്പുഴയോരത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള ഒരു ദൃശ്യങ്ങളാണ്, അവിടുത്തെ വിശദാംശങ്ങളാണ് KR ബാലൻ പങ്കുവെക്കുന്നത്. KR ഗ്രൂപ്പ് ചെയർമാൻ, എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാലേട്ടൻ പങ്കുവെക്കുന്നത്. ബാലേട്ട, ഒരു കുറ്റിപ്പുറം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഹബ്ബ് ആണ്. കാരണം എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ, ആർക്കും അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലമായിരുന്നു കുറ്റിപ്പുറം. അറിയും, റെയിൽവേ സ്റ്റേഷൻ അറിയെങ്കിലും ഇത്രയും മാത്രം വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളൊരു സ്ഥലം, ഇപ്പോൾ ചെറിയ ഒരു സ്ഥലമായ കുറ്റിപ്പുറത്ത് ഇത്രയും പ്രശ്നങ്ങളായുള്ള ഒരു നല്ല MSc എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, 2 BEd കോളേജ്, ഇപ്പോൾ മർക്കസിൻ്റെ, KMCറ്റിൻ്റെ ഏറ്റവും കൂടുതൽ LLB കോളേജുകൾ, മറ്റേ ആർട്സ് സയൻസ് കോളേജുകൾ, ഇപ്പോൾ ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല സെൻട്രൽ ജയിൽ, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ വന്നൊരു സ്ഥലമാണ് കുറ്റിപ്പുറം. 2 ജില്ലയാണ് ചേരുന്നത്. ഇപ്പോൾ 3 കിലോമീറ്റർ പോയാൽ നമ്മൾ പാലക്കാട് ജില്ലയാണ് ഈ ബോർഡർ കിടക്കുന്നത്. ഇനി പുതിയ പാലം വരുന്നത്, അപ്പോൾ നമ്മൾ ഈ പുതിയ റോഡ്, ഇതെല്ലാം വരുമ്പോൾ ഒരു മിനി പമ്പ കാണാൻ കൗതുകമായ സ്ഥലം. അപ്പോൾ അവിടെ ഇനി വരുന്ന വികസനത്തിന്, കാരണം എങ്ങോട്ട് യാത്ര ചെയ്യാനും പെട്ടെന്ന് കഴിയുന്ന ബസ് സൗകര്യങ്ങളായാലും ട്രെയിൻ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. എത്ര ഏക്കറുണ്ട്? ഇത് കുറേ വർഷങ്ങൾ, 10-20 വർഷം മുന്നേ വാങ്ങിച്ചാണ്. അവർ 4-5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരിക്കും. അവരെൻ്റെ പുഴയാണ്. ഇനി പുഴയിലൊക്കെ വെള്ളം കെട്ടിയേക്കാൾ സാധ്യതയുണ്ട്. പ്രൊജക്റ്റുകൾ നമുക്കറിയാം, ഭാവിയിലൊക്കെ ആളുകൾക്കൊക്കെ ഉല്ലസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടൂറിസം തന്നെ. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ, എല്ലാ ഗ്രാമങ്ങളിലും ആളുകളെ റിസോർട്ട് പോകുന്നൊരു അന്തരീക്ഷം റിസോർട്ട് കിട്ടാനില്ല. അപ്പോൾ റിസോർട്ടായിട്ടില്ലെങ്കിലും അതിനനുസരിച്ച് ആളുകൾക്ക് സമയം പോകാനുള്ള ഇത്രയും നല്ല പുഴയോരത്ത് നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്കുള്ള ഒരു നല്ല സൗകര്യത്തോട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ റെസ്റ്റോറൻറ്റുകളും മറ്റുള്ള ബ്രാൻഡ് ഷോറൂമുകൾ ഇതെല്ലാം വരുന്ന, ഇപ്പോൾ കുറ്റിപ്പുറം ടൗൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇടുങ്ങിയൊരു ടൗണാണ്. അതിലൊന്നൊരു ബിസിനസ്സായിട്ട് കാണാനില്ല. പക്ഷേ അതിങ്ങനെ കുറച്ച് ഒരു കിലോമീറ്റർ ഉള്ളൂ. കുറ്റിപ്പുറം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ വരുന്ന ദൂരമാണ് ഈ കിടക്കുന്നത്. ജനങ്ങൾ കൗതുകമായ സ്ഥലം. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് അവർക്ക് റെസ്റ്റോറൻറ്റിൽ തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ചെറിയ ബർത്ത്ഡേ പാർട്ടി നടത്താനും ഒക്കെയുള്ള സൗകര്യം കിട്ടുമ്പോൾ അത് വളരെ ഇതായിരിക്കും. കാരണം ഇത്രയും, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഇത്രയും ഇന്ത്യൻ്റെ പല ഭാഗത്തും പഠിക്കാൻ വരുന്ന കുട്ടികളുടെ സ്ഥലമാണത്. അത് നമ്മൾ അറിയപ്പെടുന്നില്ല. അവർക്ക് അവരുടെ വരുമ്പോൾ താമസിക്കാൻ ഇവിടെ നല്ല സൗകര്യങ്ങളില്ല. എവിടെയെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് ദൂരങ്ങളിൽ പോയി താമസിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം കുറ്റിപ്പുറം സംബന്ധിച്ചോളം കുറച്ച് ബാറ് മറ്റുള്ള ഈ താമസിക്കാനുള്ള സൗകര്യമുള്ള ഫാമിലി താമസിക്കാൻ പറ്റിയ ഒരു എന്തില്ല. ഒന്നുകിൽ കുന്നംകുളത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഗുരുവായൂർ പോകണം. അപ്പോൾ അവിടെ നിന്ന് 2 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്ക് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഭവം മാറും. ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ആസൂത്രണം അങ്ങനെ പ്ലാനിങ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടെ ആവില്ലത്. ഇതെല്ലാം കൂടി ചിന്തിച്ചുകൊണ്ടിരുമ്പോൾ അങ്ങനെ എത്തിപ്പെടും. അങ്ങനെയാണ് ഇപ്പോൾ ഓരോ രാജ്യത്തുള്ള മാറ്റം ഉണ്ടായത്. ഇപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കാണുന്ന ലിഫ്റ്റ് വന്നു, അതിന് പ്രതീക്ഷയുണ്ടോ? കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് വരുന്നുള്ളത്, ആ ലിഫ്റ്റ് റേമ്പ് വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും കുറ്റിപ്പുറത്തിൽ റെയിൽവേ വരെ വിലയിരുത്തുന്നുണ്ട്. കുറ്റിപ്പുറത്ത് അത്രയും യാത്രക്കാരുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ഇതാണ് ഇപ്പോൾ തിരൂർ എന്ന റെയിൽവേ സ്റ്റേഷൻ. തിരൂരിലേക്ക് കൂടുന്ന ഒരു 15 മിനിറ്റ് ആവശ്യമുള്ളൂ. കോയമ്പത്തൂർ കണ്ട കാട് പോലെ തന്നെ ഏകദേശം കാട് രൂപം തന്നെയാണ് ഇവിടെയുള്ളത്. അത് ഞങ്ങളാക്കിയതല്ല, ഇവിടെയുള്ള കാടാണ്. കുറ്റിപ്പുറത്തിൽ അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയ കാടാണ്. ഇവിടെ ഉണ്ടായി കിടക്കുന്നത്. ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞ് നോക്കിയില്ല. സ്ഥലം ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാക്കണം.